ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒപ്പം ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര, പവേഡ് ബൈ Aegon Shipping. Your cargo is our commitment. Aegon Shipping, moving the world for you. Brought to you by Amritveni. Amritveni hair elixir for women. Hello Mumbai, hello Mumbai, hello Mumbai, hello Mumbai. കേരളത്തിന്റെ ഹൃദയത്തിൽ നിന്നും മുംബൈയുടെ മണ്ണിലേക്ക് പടർന്നുയരുന്ന ഭക്തിയുടെ ജ്വാലയിലേക്ക്, പൊങ്കാലയുടെ മഹോത്സവത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഒപ്പമുള്ളത് ഈ മഹോത്സവത്തിന്റെ സംഘാടകരാണ് അല്ലെ? 16 വർഷമായി. അതെ, 16 വർഷമായി. ഓക്കെ, എന്തായിരുന്നു ഈ വർഷത്തെ ഒരു പ്രത്യേകത കഴിഞ്ഞ ഈ 15 വർഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ? നമ്മള് 16ാമത്തെ വർഷമാണ് ഈ പൊങ്കാല. 15 വർഷവും നമ്മള് ഇവിടെ പരിസരം 3-4 സ്ഥലങ്ങളിലായിട്ടാണ് നടത്തിയിട്ടുണ്ടിരുന്നത്. അപ്പൊ ഈ വർഷം നമ്മള് എല്ലാവരും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ എന്ന പോലെ ഒരു ഗ്രൗണ്ടിൽ എല്ലാവരും ഒന്നിച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വർഷം എത്ര പേരുണ്ടായിരുന്നു ഏകദേശം? ഈ വർഷം ഏകദേശം 550-600 ഉണ്ടായിരുന്നു. മനസ്സിലിങ്ങനെ തോന്നിയിട്ടില്ലേ എനിക്ക് നാട്ടിൽ പോയി പൊങ്കാലിടണമെന്ന് അങ്ങനെ തോന്നിയിട്ടില്ലേ? അല്ലേ? ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇടാൻ ഇഷ്ടം. അപ്പൊ ഈ 15 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇടുന്നത്? ഇവിടെ തന്നെ. ശരിക്കും ഇത് 2 ദിവസം മുൻപൊട്ട് അല്ല പരിപാടി തുടങ്ങിയല്ലേ? ഇന്നലെ എന്തായിരുന്നു ഒരു ഇവന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? ഇന്നലെ പറയുകയാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ബദ്ലാപൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ രാമഗിരി ആശ്രമം, അവിടെ നിന്നാണ് നമ്മൾ ദേവീനെ കൊണ്ടുവരുന്നത്. ആറ്റുകാൽ അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് അവിടുത്തെ ദേവീനെയാണ് ഇവിടേക്ക് നമ്മൾ കൊണ്ടുവരുന്നതും. ദേവിനെ കൊണ്ടുവരുന്നത് നാട്ടിൽ ചെയ്യുന്ന പോലെ ഒരു രീതിയിലാണ് ദേവിനെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു രാം മന്ദിർ ഉണ്ട്. അവിടെ കൊണ്ടുപോയി പൂജയും പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞ് നാട്ടിലുള്ള പോലെ താലപ്പൊലിയും ചെണ്ടമേളവും എല്ലാം കൂടിയായി ദേവിനെ അമ്പലത്തിൽ നിന്ന് ഇവിടെയുള്ള അമ്പലത്തിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ എങ്ങനെയായിരുന്നു അബി നാട്ടില് കല്യാണത്തിന് മുൻപ് അവിടെ പൊങ്കാലൊക്കെ ഇട്ടിട്ടുണ്ടോ? ട്രിവാൻഡ്രത്ത് ആറ്റുകാലിൽ പോയി ഇട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു അവിടുത്തെ അനുഭവം? ഇവിടെ ഇപ്പൊ 4 കൊല്ലമായല്ലോ ഇവിടെ കാണുന്നു, ഇവിടെ എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ നാട്ടിലെങ്ങനെയായിരുന്നു? അവിടെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ 2 ദിവസം മുന്നേ പോയി അവിടെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യണം. പിന്നെ ഇത്രയും സൗകര്യമായിട്ട് കിട്ടില്ല, നല്ല തിരക്കാണ്. ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്താണ്, എല്ലാം റെഡി ആക്കിയിട്ട് കയ്യിൽ കിട്ടും. നമുക്ക് ജസ്റ്റ് പൊങ്കാല ഇട്ടാൽ മതി. ട്രിവാൻഡ്രത്ത് പോകുമ്പോഴാണെങ്കിൽ എല്ലാം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ സ്റ്റേയുടെ ബുദ്ധിമുട്ടുണ്ട്. അതെ, സ്റ്റേ ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൂടാണ്ട് ഇവിടെ ആവുമ്പം ബോംബെയിലുള്ള ആൾക്കാരെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും മിക്കവരും വർക്കിംഗ് ക്ലാസ് ആണ്. അപ്പം എല്ലാവർക്കും 3 മാസം മുൻപ് തന്നെ ജോലിക്ക് ലീവ് ഇടേണ്ടി വരും. കാരണം ടിക്കറ്റ് എടുക്കണമല്ലോ, നാട്ടിൽ പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് എല്ലാം. അവിടെ പോയി താമസിക്കാനുള്ള ആഡഡ് എക്സ്പെൻസ് അത് വേറെയാണ്. പിന്നെ എല്ലാം കുടവും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ കൊണ്ടുപോകണം. അതൊന്നും ഇവിടെ സംബന്ധിച്ച് ഇവിടെ ഒന്നും വേണ്ട. നമ്മൾ കണ്ടല്ലോ, ഇവിടെ
കുടം പോലും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വരാം, പൊങ്കാല ഇടാം, എന്നിട്ട് പോവാം. അതാണ്, അത്രയും നല്ല സൗകര്യത്തിലാണ് ഇവിടെ എല്ലാവരും ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ 16ാമത്തെ പൊങ്കലാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ 15 വർഷം ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ശരിക്കും കൗതുകം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ മലയാളികൾ മാത്രമായിരുന്നു പൊങ്കാല, മലയാളികളുടെ മാത്രം എന്നല്ല നമ്മൾ പറയാറുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് പതുക്കെ ഇവിടുത്തെ മറാഠികളാവട്ടെ, ഇവിടുത്തെ പല പല ഭാഷയിൽ തളക്കാർ പോലും വന്ന് ഇവിടെ ഇപ്പം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 10-20% ശരിക്കും മലയാളികളല്ല, പുറത്തുള്ളവരാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് പൊങ്കാല ഇട്ടിട്ട് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ജനങ്ങളൊക്കെ എത്തി തുടങ്ങി. നമുക്കപ്പോൾ പൊങ്കാല ആഘോഷത്തിൽ കടന്നാലോ? ഒരു പിടിയാരലരി തെല്ലുമായി ഞങ്ങൾ ആറ്റുകാലമ്മയെ കണ്ടു വണങ്ങുവാൻ ആറ്റുനോട്ടെത്തുന്നു വീണ്ടും വീണ്ടും ആറ്റുനോട്ടെത്തുന്നു വീണ്ടും കവിയുന്ന കണ്ണീരിനൊപ്പിട്ട നെഞ്ചിലെ എരിയുന്നടുപ്പിന്റെ ചൂടിൽ തിളയിട്ട പൊങ്കാല നേദിച്ചു കൈകൂപ്പി തിരുമുന്നിൽ നിൽക്കുന്നിതാ ഞങ്ങൾ വീണ്ടും. നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ച് ഇപ്രാവശ്യം എത്ര പേരെ നിങ്ങൾ ഈ പുതിയ ആൾക്കാരൊക്കെ ഇതിലോട്ട് പങ്കെടുക്കാൻ വരുന്നുണ്ടോ? പുതിയ ആൾക്കാരൊക്കെ താല്പര്യമുണ്ട്? മക്കളൊക്കെ വന്നിടാറുണ്ട്? എന്റെ മക്കൾ എല്ലാ വർഷവും ഇടുന്നു. എല്ലാ വർഷവും ഇടാറുണ്ട്? ആണോ? എന്റെ മരുമോളും ഇപ്പൊ 4 വർഷമായിട്ട് വരാറുണ്ട്. ഇപ്പൊ അവള് അമ്മയുടെ സഹായം കൊണ്ട് ഗർഭിണിയാണ്. ഓക്കെ. ഇപ്പൊ അപ്പം ഈ നിങ്ങൾ പറയാറുണ്ടോ ഇങ്ങനെ നിങ്ങൾ ഇനിയും ഈ പൊങ്കാല വന്ന് ഇടണം അങ്ങനെയൊക്കെ ഒരു സംഭവം പറയാറുണ്ടോ ആൾക്കാർ? ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു എൻ്റെ മോൾക്ക് നല്ല ഒരു സ്റ്റഡീസിൽ നല്ലൊരു ഹൈ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അമ്മയുടെ അടുത്ത് വന്ന് പൊങ്കാല ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ വർഷം നടന്നു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ആവശ്യങ്ങളും സാധിച്ചിട്ടുമുണ്ട്. പ്രാർത്ഥിച്ചാൽ സാധിക്കും. പ്രാർത്ഥിക്കുന്നത് സാധിക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മള് ഉള്ളുരുകി അമ്മയുടെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾക്ക് നടന്നിട്ടുണ്ട്. എന്റെ അനുഭവം വെച്ചിട്ട് അത് നടന്നിട്ടുമുണ്ട്. ആ അനുഭവം മകൾ വിദേശത്ത് പോകാനായിട്ട് ഒരുങ്ങിയ സമയമാണ്. അവളുടെ പേപ്പർ വർക്കിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ അമ്പലത്തിന്റെ നടയിൽ വന്ന് ഉള്ളൊരുകി ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ഈ പേപ്പർ വർക്കുകളെല്ലാം ശരിയായി വിദേശത്ത് പോകാനുള്ള ഇത് ഉണ്ടാക്കി തരണേ അമ്മേ. അവളുടെ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ അതിലെ ഒരു വിഹിതം ഞാൻ ഇവിടെ അന്നദാനത്തിന് കൊടുക്കാമെന്നു പറഞ്ഞു. അത് അങ്ങനെ 2 വർഷത്തിന് മുന്നേ തന്നെ അത് നടത്തി. എന്തെങ്കിലും എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ ഇടവേളയാണ് ഹലോ മുംബൈയിൽ. ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. ദേഖ്തേ ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. അത് ഇത് മനസ്സിലായി എന്താണ് ഇത് വാഴപ്പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയതാണ് മൊത്തം ഡെക്കറേഷൻ. എന്നിട്ട് രാത്രി വന്നപ്പോൾ ആൻറ്റി, ഒരു അങ്കിള്, കുറച്ച് കുട്ടികൾ അവർക്ക് നിന്ന് വാഴപ്പിണ്ടി ചെത്തുണ്ടായിരുന്നു. എനിക്ക് അപ്പം മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ഇത് രാവിലെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും നല്ല മനോഹരമായ ഡെക്കറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വാഴപ്പിണ്ടി ചെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ SNDP അംബർനാഥ് ശാഖയുടെ പ്രസിഡന്റ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ഇവന്റ് ഓർഗനൈസ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു കേട്ടു. അതായത് 3-4 മാസം മുൻപ് തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻ ആണ്, അല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെയൊന്നും നടക്കണതല്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു ഒന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും 3 മാസം മുന്നെയാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് തുടക്കം വെച്ചാൽ എല്ലാ 16ാമത്തെ വർഷമാണ്. അപ്പോൾ നമുക്ക് എല്ലാം എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ്. പക്ഷേ നമ്മളുടെ യൂണിറ്റി എന്നുവെച്ചാൽ നമ്മൾ SNDP യൂണിറ്റി വനിതാ വിങ്ങും ശാഖാ വിങ്ങും എല്ലാവരും കൂടി ഒരുമിച്ച് മീറ്റിംഗ് എടുത്ത് ഓരോരുത്തർക്ക് ഡ്യൂട്ടി വായിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ കളക്ഷൻ്റെ ഇതിൽ, നിങ്ങൾ ഇവിടെ വേണ്ട വിറകുകൾ എത്തിക്കേണ്ടത്, നിങ്ങൾ ഇവിടെ വേണ്ട പൂജാരി സാധനങ്ങൾ എത്തിക്കേണ്ടത്, അങ്ങനെ ഞങ്ങളൊരു ടീം വർക്കാണ്. അതാണ് നമ്മളുടെ ഇതിൻ്റെ പുറകിലത്തെ ഏറ്റവും വലിയ വിജയം. അതുമാതിരി നമ്മളെ സ്ത്രീ ശക്തി, കാരണം വിറകുകളെല്ലാം വെട്ടി കീറി കൊണ്ടുവന്ന് അവരെല്ലാം അതെല്ലാം ചെയ്ത് ഇവിടെ ഓരോ ചെറിയ ഇതാക്കി കെട്ടുകളാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതുമാതിരി തന്നെ നമ്മളെ
ശാഖയിലുള്ള ശാഖ കമ്മിറ്റി മെമ്പർമാർ അല്ലാതെയുള്ള ദേവി ഭക്തർ ഇതെല്ലാം ഒറ്റ കൂട്ടായ്മയായി വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പം ഈ ഗ്രൗണ്ട് തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്ത ഗ്രൗണ്ടിൽ ഇപ്പോൾ വേറെ ഗ്രൗണ്ടിൽ ചെയ്യുന്നത് ആ ഗ്രൗണ്ടിൽ തന്നെ നോക്കിയാൽ എത്രയും എല്ലാ സാമഗ്രികൾ നമ്മൾ എത്തിച്ച് എല്ലാവർക്കും വേണ്ട എല്ലാ വിധങ്ങളും ഒരുക്കി പ്രത്യേകത മാത്രമല്ല നമ്മൾ എല്ലാ സാധനങ്ങളും എത്തിപ്പിച്ച് എല്ലാം കൊടുക്കുന്നതാണ്. ഏകദേശം ഇന്ന് എത്ര പേര് പൊങ്കാലിടുന്നുണ്ടാവും? ഇന്ന് നമ്മൾ ഇതുവരെ 500 പേരും ബുക്കിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 600 പേരെ ഉദ്ദേശിക്കുന്നു. സാധാരണ എല്ലാ വർഷവും ഒരു 100 പേര് കറണ്ട് ബുക്കിംഗ് വരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഒരു 600 പേരെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ആ യൂണിറ്റി എന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും നമുക്ക് ഇവിടെ കാണാനുണ്ട് അല്ലേ? ഇവിടെ എല്ലാവരും പറഞ്ഞ മാതിരി ഒരു കൈവിഷി വന്നാൽ മതി, അതിനുശേഷം എല്ലാം ഇവിടെ ഉണ്ട്. വിറകിന് വിറകുണ്ട്. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ സേഫ്റ്റി പർപ്പസും ഇവർ ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചു. കുറേടത്ത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെച്ചിട്ടുണ്ട് അല്ലേ? അതായത് സേഫ്റ്റിയുടെ കൂടെ തന്നെയാണ് എല്ലാ അറേഞ്ച്മെന്റും നമ്മൾ ഇവിടെ തന്നെ എല്ലാം സജ്ജീകരണമാക്കിയിട്ടുണ്ട്. നാട്ടിലപ്പൊ ഈ പൊങ്കാല നടത്തുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് കിലോമീറ്ററിനപ്പുറത്തെല്ലാം പോയിട്ട്, അപ്പൊ അവിടെ ഈ സേഫ്റ്റിയും കാര്യങ്ങളും അത് സ്വന്തം നോക്കാം, അങ്ങനെയാണോ? അല്ല, അവിടെ വെച്ചാൽ ഞാൻ കേട്ടിട്ടുള്ള കാലം ഞാൻ അവിടെ പോയിട്ടില്ല. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ ചുറ്റുപാടുമുള്ള വീട്ടുകളിലെ ആൾക്കാർ അവിടെ ജാതിമത ഭേദമന്യേ ആണ് അവിടെ എല്ലാവരും സഹകരിക്കുന്നതും അവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓരോ വീട്ടുകാരും വീട്ടിൽ തുറന്നിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ ആ സൗഹൃദം. അതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ വരെ ആൾക്കാർ അവിടെ പോയി പൊങ്കാല സമർപ്പിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഈ പൊങ്കാല മഹോത്സവം ഇത്രയും നല്ലൊരു ആഘോഷം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീ ശക്തിയാണ്. അത് ഞാൻ ശരിക്കും ഇവിടെ വന്നപ്പോൾ കണ്ടു. ഇവിടെ കുടം എടുത്തു കൊടുക്കുന്നതും ഈ വിറകുകൾ വെട്ടിക്കൊടുത്തതും പിന്നെ അവിടെ പ്രസാദം ഉണ്ടാക്കുന്നതും എല്ലാം സ്ത്രീകളാണ്. നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ സംഘാടനത്തെ തിരിച്ചറിയാൻ പറ്റും. യൂണിഫോം ആണ് ഇത് പ്രാവശ്യം ഡിസൈൻ ചെയ്ത് നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്, ഒരേ ഡ്രസ്സാണ്. അപ്പം നമുക്ക് എന്തായാലും ആ പൊങ്കാല ദിവസം, അതായത് കഴിഞ്ഞ ഈ പൊങ്കാലയ്ക്ക് എല്ലാവരും കറക്റ്റ് നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റും, ഇതായത് സംഘാടകരാണ് അല്ലെ, ചെന്നാൽ മതി അല്ലേ? അപ്പൊ നിങ്ങൾ പൊങ്കാല ഇടുന്നില്ലേ? നിങ്ങൾ ഇടും. അപ്പൊ ആ സമയത്ത് കാര്യങ്ങൾ നോക്കുന്ന ആണുങ്ങളായിരിക്കും. ഞങ്ങള് പൊങ്കാല ഇടുകയും ചെയ്യുകയും ചെയ്യും. അതിന്റെ ഇടയ്ക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും ഞങ്ങൾ പോയി ചെയ്യുകയും ചെയ്യും. മറ്റാരും അടുപ്പിക്കില്ല. ഞങ്ങൾ യൂണിഫോം ഇട്ട ആൾക്കാരെല്ലാം അപ്പൊ മനോഹരമായ പൊങ്കാല കാഴ്ചകൾ എല്ലാവരും കണ്ടില്ലേ? ഇനി നമുക്ക് ഇവിടെ വന്ന് പൊങ്കാല സമർപ്പിച്ച അതുകൊണ്ട് അവരെ പറ്റി അവരുടെ വിശേഷങ്ങളും അവര് മനസ്സിൽ വിചാരിച്ച കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് ഇവിടെ 16 വർഷമായിട്ട് തുടർച്ചയായിരുന്നവരുണ്ട്. അവരെയും പല പല ഭാഷയിലും ഉള്ള ആൾക്കാരും അവരൊക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ട് വന്നാലോ? നമ്മളിവിടെ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി BJPയുടെ ഒരു സീനിയർ കൗൺസിലറുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ ഹോളി കളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹോളിയും പൊങ്കാലയും അതിനൊക്കെ ഒരു അനുഭവം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ. സാർ, आप होली खेल के आ रहे हो? हाँ, हम होली खोल के आज नमो होली करके भारतीय जनता पार्टी ने रखा है अंबरनाथ में। वो फेस्टिवल होने के बाद यहाँ पर अपना कोचगांव अंबरनाथ की तरफ से फेस्टिवल मनाया जाता है, जो केरला समाज की तरफ से। क्या हमारे अजय सर है, इन्होंने आज बता दिया कि अंबरनाथ में हमारी ताकत भी बहुत है। और जो पोंगल आज यहाँ पर मनाया जा रहा है, अंबरनाथ की जनता पहली बार इतना बड़ा पोंगल देख रही है। अब तक तो गली में होता था, लेकिन आज मैदान में आ गया है। और आज अंबरनाथ में पोंगल इतने जोर में हो रहा है। मैं सब केरला वासियों को पोंगल की शुभकामना देता हूँ।
ഞങ്ങളുടെ അടുത്ത റൂമിൽ താമസിക്കുന്ന അന്നപൂർണ്ണയ്ക്കും രാംകരേഷിനും ഒരു ആൺകുട്ടി ഇല്ലാതെ അവർ വിഷമിക്കുന്നത് കണ്ട് കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്ന് പൊങ്കാല ഇട്ടു. അടുത്ത വർഷം ഒരു ആൺകുട്ടി ഉണ്ടായാൽ അവരെ കൊണ്ടുവന്ന് പൊങ്കാല ഇടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ കുട്ടിയുമായി വന്ന് പൊങ്കാല ഇടുകയാണ്. पिछले साल मन्नत लिया था कि मुझे लड़का होगा तो मैं इस साल रखूंगी, इसलिए मैं आई हूँ यहाँ और अभी हर साल आके പൊങ്കാല डालूंगी. ഞാൻ 16 വർഷമായിട്ട് എനിക്ക് നാട്ടിൽ പോലും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ദേവിയുടെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ല, പൊതുവെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ മഹാരാഷ്ട്രൻസിനോട് കൂടുതൽ വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും മലയാളികളെക്കാട്ടി കൂടുതൽ ഇപ്പൊ മഹാരാഷ്ട്രൻസ് ആണ് മുന്നോട്ട് വരുന്നത്. അവർക്കറിയോ പൊങ്കാല എന്താണ്, എങ്ങനെയാണ്? തീർച്ചയായിട്ടും അറിയാം. അവര് ചോദിക്കുന്നത് നിങ്ങൾ എപ്പോഴാ പൊങ്കാല ഞങ്ങളുടെ അടുത്ത് ഇത് കളക്ഷന് വരുന്നത്, അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്നത് എപ്പോഴാണ്, എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് വരികയാണ് ഇപ്പൊ. ഈ 15 വർഷമായിട്ട് എത്ര പേര് ചെയ്തിട്ടുണ്ടോ ഒരു അപ്രോക്സിമേറ്റ്ലി? നിങ്ങൾ സംഘാടകരാണല്ലോ, നിങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങൾ 15 പേര്? നമ്മള് 10-25 പേര് ഇതിനകത്ത്. എത്ര നാള് വർക്ക് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും? ഒരു 4 മാസം മുന്നേ തൊട്ടേ നമ്മള് അതിനായിട്ട് പ്രവർത്തിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പൊങ്കാല ഒരു ഉത്സവമാണ്, മഹാ ഉത്സവമായിട്ട്. നമ്മുടെ ഇതില്ലേ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയാൻ അറിയപ്പെടുന്നല്ലേ ആറ്റുകാൽ. അപ്പോൾ നമ്മളുടെ ഒരു ഉത്സവം തന്നെയാണ്. ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമാണ്, അയ്യോ കഴിഞ്ഞല്ലോ എന്നുള്ളത്. നമുക്ക് അടുത്ത വർഷത്തേക്ക് ഒരു കാത്തിരിപ്പ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ 6 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ഇങ്ങനെ എങ്ങനെയാ പൊങ്കാല ഇനിയും തുടങ്ങണ്ടേ എന്നുള്ളത് 6 മാസം കഴിയുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിനുള്ള കാര്യങ്ങൾ, ഇതിന്റെ ഇഷ്ടിക, മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ആൾറെഡി ഓർഗനൈസ് ചെയ്ത് വെക്കും, അതോ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചായിരിക്കും? പുതിയത് എല്ലാം നമ്മൾ പുതിയ സാധനങ്ങൾ. അപ്പൊ ഈ ഇഷ്ടികളൊക്കെ എന്ത് ചെയ്യും? ഇഷ്ടികളെല്ലാം നമ്മൾ അത് മാറ്റി വെക്കും എന്നുള്ളതാണ്. വേറെ ആവശ്യത്തിനായിട്ട് മറ്റെന്തെങ്കിലും ആവശ്യം ഉപയോഗിക്കും. മൺകുടം ഈ മൺകുടത്തിൽ തന്നെ ചെയ്യണമെന്നുണ്ടോ? അതാണ് അതിന്റേതായിട്ടുള്ള ഒരു ചടങ്ങ്, വിശ്വാസം. അല്ല, ഇത്ര നാൾ അങ്ങനെയാണ്, അത് മാറ്റി ഒന്നും ചെയ്തിട്ടൊന്നും അങ്ങനെയല്ല. ഇത്രയും നാളെ ചെയ്തിട്ടില്ല, ഇനിയും മുന്നോട്ട് അറിയില്ലല്ലോ മൺകുടം. അല്ല, പിന്നെ എന്നാലും അല്ലേ ചിലവര് നിൽക്കുന്നു, എനിക്ക് കിഴക്ക് നിന്ന് ഇടണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? അതിനോട് വടക്കുണ്ടാക്കാറുണ്ട് ആൾക്കാരൊക്കെ വന്നിട്ട്? ഇല്ല, ഇവിടെ ഉള്ള ആൾക്കാർക്ക് അത്രയും അറിയില്ല, തെക്കോ വടക്കോ എവിടെ നിന്നാവോ. പക്ഷെ അറിയുന്ന പഴയ ആൾക്കാര്, പ്രായമുള്ളവര് വന്നാൽ അവരതനുസരിച്ച് തന്നെ നിന്നാണ് പൊങ്കാലയിടുന്നത്. അപ്പൊ ഇത് തൂവുന്നത് ഇങ്ങനെ തൂവണം, ഇങ്ങനെ കിഴക്കോ അല്ലേ? അങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടോ എല്ലാവർക്കും? ഉണ്ട്. നാട്ടിലെ പോലൊക്കെ തന്നെയാണ് ആ വിശ്വാസം ഇവിടെയും ഉണ്ട് അല്ലേ? ചിലര് കലം തിരിച്ചു വെക്കാറുണ്ട്, ചരിച്ചു വെക്കാറുണ്ട് കിഴക്കോട്ട്. അങ്ങനെ തെളിച്ചു പോയി കഴിഞ്ഞാൽ ഒരു മനസ്സിന്റെ ഒരു സമാധാനം. അതായിക്കോട്ടെ, എല്ലാം ഒരു വിശ്വാസമാണല്ലോ അല്ലേ? നമ്മുടെ മനസ്സിലൊരു വിശ്വാസമാണ്. മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്ന ഒന്നാണ്. ചെറിയ ഇടവേളയാണ്. ഹലോ മുംബൈ. ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. ദേഖ്തരിയെ ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. ഇവിടെ ഇപ്പോൾ ബസ്സും പിടിച്ചിട്ട് വാശിന്ന് ഒരു 10-30 പേര് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഗ്രൂപ്പിനൊന്ന് പോയി പരിചയപ്പെട്ടിട്ട് വരാം. ഇവിടെ പൊങ്കാല എത്ര വർഷമായിട്ടാണ് ഇടുന്നത്? ഇവിടെ 3-4 വർഷത്തോളമായി. നാട്ടിൽ ഇടാറുണ്ടോ? 1 വർഷം പോയി ഇട്ടു, പിന്നെ ഇവിടെ തോന്നി ഇവിടെ വന്നു ഇവിടെ ഇടാൻ. എങ്ങനെയാ, നിങ്ങളും നാട്ടിൽ ഇട്ടുണ്ട്? അപ്പൊ നാട്ടിലും ഇവിടെയും തമ്മിൽ എന്താണ് ഡിഫറൻസ്? പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല, അവിടുത്തെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നു. ഞാൻ ആദ്യം വരുവാ ഇവിടെ. ഞാൻ ചെമ്പൂരിന്ന് വാശിയിലുള്ളവരുമായിട്ട് ആദ്യമായിട്ട്. അല്ല, അപ്പൊ നാട്ടില് പോകുമ്പോ എങ്ങനെയാ? നമുക്ക് അവിടെ പോകുമ്പോ തന്നെ കുടവും കാര്യങ്ങളൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? നമ്മള് തന്നെ തലേ ദിവസം പോയിട്ട് നമ്മൾ തന്നെ എല്ലാം സെറ്റ് ചെയ്യണം. എല്ലാം നമ്മൾ വാങ്ങണം. എങ്ങനെയാണ്, ആദ്യമായിട്ടാണോ? അല്ല, ഇത് തേർഡ് ടൈം. എങ്ങനെ വല്ല ആഗ്രഹം ഒക്കെ മനസ്സിൽ കരുതിയിട്ട് വന്നിട്ടിട്ടതാണോ? അല്ല ഇങ്ങനെ തോന്നി എനിക്ക് ഇടണമെന്ന്. അപ്പ വന്നിട്ട് ആഗ്രഹം അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, തോന്നി എനിക്ക് ഇടണമെന്ന്. അങ്ങനെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇടാൻ തുടങ്ങി. അല്ല, ഇനി എല്ലാം വർഷം വന്ന് ഇടണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. മൂന്ന് പൊങ്കാലയാണ് ഞാൻ ഇപ്രാവശ്യം ഇടുന്നത്. ഒരു പൊങ്കാല എല്ലാവർക്കും വേണ്ടിയും, 2 പൊങ്കാല 2 കൊച്ചുമക്കൾക്കും വേണ്ടിയാണ് ഇടുന്നത്. അവരുടെ എല്ലാവരും ആയുസ്സും ആരോഗ്യത്തിനും വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പൊങ്കാല ഇട്ടത്. നല്ല വെയിലുണ്ടായിട്ട് പോലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല പെട്ടെന്ന് തന്നെ പൊങ്കാല തിളച്ചു പോകും. തോറ്റങ്ങൾ പാടുന്ന കാറ്റേ ആറ്റുകാലമ്മയെ കണി കണ്ടു പോരൂ. തോറ്റങ്ങൾ പാടുന്ന കാറ്റേ ആറ്റുകാലമ്മയെ കണി കണ്ടു പോരൂ.
എങ്ങനെയുണ്ട് ഇത്രയും 16 വർഷം ഇട്ടിട്ടുള്ള? എല്ലാ വർഷവും ഇടാറുണ്ട്. ഒരു ആഗ്രഹം വെച്ചിട്ടൊന്നല്ല ചെയ്യണത്. ചെറുപ്പം മുതലേ തൊട്ട് അമ്മ പറയുന്നുണ്ട്, അതനുസരിച്ച് എല്ലാ വർഷവും ഇടുന്നു. അങ്ങനെ ഇനിയും വർഷങ്ങൾ ഇടാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു. അമ്മയ്ക്ക് എങ്ങനെയാ വല്ല ആഗ്രഹം ഉണ്ടോ? അമ്മയ്ക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളായിട്ടൊന്നും പറയാറില്ല. ദേവിയോട് എല്ലാം നന്നാക്കി തരിക, ജീവിതം മുന്നിലേക്ക് നന്നാക്കി മംഗളാക്കി തരണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആഗ്രഹം വെച്ചിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. എത്ര വർഷമായി? ഇത് 3ാമത്തെ വർഷം. ഓക്കെ. എങ്ങനെയുണ്ട് 3 വർഷം ഇട്ട് വരുമ്പോ എല്ലാ വർഷം ഇനി വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ? എങ്ങനെയാണ്? നല്ല സുഖമുണ്ടല്ലോ. പക്ഷെ കുറച്ച് ഇതുണ്ട് കണ്ണിലെല്ലാം ഇതെല്ലാം. പക്ഷെ നല്ല രസം കിട്ടുന്നുണ്ട്. രസമുണ്ട്. കിള്ളിപ്പുഴക്കരെ ബാലികയായി വന്ന കണ്ണകിയമ്മയെ കണ്ടോ? കിള്ളിപ്പുഴക്കരെ ബാലികയായി വന്ന. ഞാൻ 10 ദിവസത്തേക്ക് ബോംബെ കറങ്ങാൻ വന്നതാ. അപ്പോഴാണ് അനിയത്തി പറഞ്ഞത് ഇവിടെ അമ്പർനാഥില് നമുക്ക് പൊങ്കാല മഹോത്സവം ഉണ്ട്, അത് പങ്കെടുത്തതിന് ശേഷം പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ 1 മാസം കൊണ്ട് ബോംബെ തന്നെ ഉണ്ട്. അപ്പൊ വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ കൂട്ടായ്മ, ഇവിടുത്തെ കോർഡിനേഷൻ എല്ലാം അടിപൊളിയാണ്. നാടിൽ നമ്മൾ 55 ലക്ഷം ജനങ്ങൾ ഇടുന്നതല്ലേ, ഇവിടെ ഇത്രയും ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമാണ്. കാരണം എല്ലാ ഹിന്ദിക്കാർ, മറ്റുള്ള ഭാഷക്കാരൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടത് മറ്റുള്ള ഭാഷക്കാരും നമ്മളോടൊപ്പം തന്നെ നമ്മുടെ അതേ സെറ്റ് സാരിയൊക്കെ ഇട്ട് നല്ല കൂട്ടായ്മയായിട്ട് നല്ല അച്ചടക്കത്തോടു കൂടി നല്ല കോർഡിനേഷൻ. കണ്ണകിയമ്മയെ കണ്ടോ? ആറ്റുകാലമ്മയ്ക്ക് പൂത്താലി നേർന്നു. മംഗല്യ ചെമ്പട്ടൊന്നമ്മയ്ക്കേകാം. 15 വർഷമായിട്ട് പൊങ്കാല നമ്മൾ പഴയ ഗ്രൗണ്ടിലാണ് നടത്താറുള്ളത്. ഈ വർഷം എല്ലാ വർഷത്തേലും ഒരു 100 ആൾക്കാരെങ്കിലും പൊങ്കാല ഇടാനായിട്ട് കൂടുതൽ വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ വർഷവും കൂടിക്കൂടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. 16ാമത് പൊങ്കാല മഹോത്സവം ഇപ്പോൾ നടന്നിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. തീർച്ചയായിട്ടും അമർനാഥ് SNDP ശാഖാഭാരവകളും അതുകൊണ്ട് തന്നെ മറ്റ് അംഗങ്ങളുടെയും വളരെ കൃത്യമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ ഇവിടെ പങ്കെടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് ഇപ്രാവശ്യം ഒരു ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പൂർണ്ണമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു. പൊന്മാല മാറിൽ ചാർത്താം, കാർത്തിക ദീപം തെളിക്കാം, തിരുനടയിൽ നാമം ജപിച്ചിരിക്കാം, ഞാനും നമിച്ചിരിക്കാം. ഇത്തവണ വളരെയധികം റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. 600-ൽ പരം ആളുകൾ പൊങ്കാല ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 25 to 30% മഹാരാഷ്ട്രയിലും അതിന് പുറത്ത് ആന്ധ്ര, കന്നഡ, തമിഴ്നാട് ആ ഏരിയയിൽ നിന്നും ഉള്ള ആളുകളെ, സ്ത്രീകളായിരുന്നു. കറണ്ട് ബുക്കിംഗ് തന്നെ 150ഓളം കറണ്ട് ബുക്കിംഗ് തന്നെ ഇന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? അതെ. ഇതിനായിട്ട് മുൻപ് ഇട്ടിട്ടില്ല? ഇട്ടിട്ടേ ഇല്ല. എങ്ങനെ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയായിരുന്നോ? എങ്ങനെയാണ്? ഹസ്ബൻഡിന്റെ അമ്മ പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഐഡിയ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? അടിപൊളിയാണ്. അടുത്ത വർഷം കൂടി എല്ലാ വർഷവും ഇടണമെന്നാണ് ആഗ്രഹം. ദൈവം അനുഗ്രഹിച്ച. ദേവിയുടെ അനുഗ്രഹവും ഐശ്വര്യവും ഇവരിൽ ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു വിഷയമായി കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുവാൻ മറക്കരുത്. thehelloMumbai@gmail.com. സോ फिर मिलेंगे हम. हेलो मुंबई, हेलो मुंबई, हेलो मुंबई, हेलो मुंबई. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ. സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി ഹലോ മുംബൈ. നിങ്ങളുടെ മുന്നിൽ ഹലോ മുംബൈ. ഹലോ മുംബൈ, ഹലോ മുംബൈ.